ഇപ്പോൾ ക്രിസ്മസ് ആണല്ലോ വരുന്നത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്ലം കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. അതിന് വേണ്ടി ഞാൻ ഇതിപ്പോൾ ഒരു 3/4 കിലോ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് സോക്ക് ചെയ്യണതെന്ന് കണ്ടു നോക്കാം. നമുക്കൊരു ബൗളെടുത്ത് ഒരു സ്പാച്ചുലയോ എടുത്ത് എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കുപ്പി ഇതും നല്ല ക്ലീനായിട്ട് തുടച്ച് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി നന്നായിരിക്കണം. ഒരു വെള്ളത്തിൻ്റെ അംശമേ പാടില്ല. നമുക്കിത് എങ്ങനെയാണ് സോക്ക് ചെയ്യണമെന്ന് നോക്കാം. ഈ ബൗളിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കറുത്ത മുന്തിരി എടുക്കുമ്പോൾ കുരുകില്ലാത്ത മുന്തിരി എടുക്കണം. കറുപ്പായാലും വെള്ളയായാലും കുരുകില്ലാത്ത മുന്തിരി നമുക്ക് എടുക്കണം. ഓറഞ്ചിൻ്റെ പീല്, ഹണി ഒരു 1/4 കപ്പിൻ്റെ പകുതി ഹണി, മിക്സഡ് ഫ്രൂട്ട് 1/2 കപ്പ്, ഇത് നമ്മൾ പൊടിച്ചത് ജാതിക്കായും ഏലക്ക ഗ്രാമ്പ് പട്ട ഇത്രയും പൊടിച്ചത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാം ജാമ് ഹണി എല്ലാം ഇതെല്ലാ ഫ്രൂട്ട്സിലും പിടിക്കണം. അതിനുവേണ്ടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഒന്നിലും വെള്ളത്തിൻ്റെ അംശം പാടില്ല, എങ്കിൽ ചീത്തയായി പോകും. അതുകൊണ്ട് എല്ലാം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമേ നമ്മളിതിലോട്ട് ആഡ് ചെയ്യാവൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 1 കപ്പ് റം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് റം ഒഴിച്ചില്ലെങ്കിൽ വൈൻ വേണമെങ്കിലും ഒഴിക്കാം. എല്ലാം നന്നായിട്ട് മിക്സാക്കി അതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കണം. ഇതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ മൊത്തവും നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് ഇത് ദിവസം എടുത്ത് നമ്മളൊന്ന് കുലുക്കി കൊടുക്കണം. എങ്കിലേ അത് താഴെ ഇരിക്കുന്നതെല്ലാം മേളിലോട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് എല്ലാം നന്നായിട്ട് നമുക്ക് ദിവസം 21 ദിവസം വരെ ഇത് കുലുക്കി തന്നെ കൊടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കാഷ്യൂനട്ട് ബദാം ഇതൊക്കെ ചേർക്കണം. അത് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് നമുക്കതൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ട് സോക്ക് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇപ്പോൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് എടുക്കാം. 21 ദിവസം വരെ ഇത് നമ്മളിങ്ങനെ വച്ചേക്കണം. എന്നും എടുത്ത് കുലുക്കി കൊടുക്കണം.